വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാണിയംകുളത്ത് തെരുവുനായ സ്വകാര്യ വ്യക്തിയുടെ 7 ആടുകളെ കടിച്ചുകൊന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വാണിയംകുളം കോതയൂർ ചൂരക്കോട്ടിൽ അയ്യപ്പന്റെ വീട്ടിലെ ആടുകളെയാണ് കടിച്ചുകൊന്നത്. ഗർഭിണികളായ 3 വലിയ ആടുകളെയും 3 ചെറിയ ആടുകളെയുമാണ് കൂട്ടിൽ കടിച്ചു കൊന്ന നിലയിൽ കണ്ടത്. ഒരു ആട്ടിൻകുട്ടിയെ തെരുവുനായ കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. 18 ആടുകൾ ഉണ്ടായിരുന്ന കൂട്ടിൽ 5 ആടുകൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. വെറ്ററിനറി ഡോക്ടറെത്തി പരിക്കേറ്റ ആടുകൾക്ക് ചികിത്സ നൽകി. മാസങ്ങൾക്ക് മുമ്പ് അയ്യപ്പന്റെ തന്നെ 6 ആടുകളെ തെരുവുനായ കടിച്ചു കൊന്നിരുന്നു. കൂടാതെ 15 ദിവസം മുമ്പ് ഇയാളുടെ തന്നെ പശു ഫാമിലെ 2 പശുക്കളെയും തെരുവുനായ കടിച്ചു കൊന്നിരുന്നു. ക്ഷീര കർഷകനായ അയ്യപ്പന്റെ പ്രധാന വരുമാന മാർഗമാണിത്. ഏകദേശം 1 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നതായി അയ്യപ്പൻ പറഞ്ഞു. 4 മണിക്ക് കരയിൽ കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ കൂടൊക്കെ പൊളിച്ചിടണം. അപ്പോൾ ആടുകളൊക്കെ നോക്കിയപ്പോൾ ആടുകൾ ചത്ത് കിടക്കണം. കുട്ടികളൊന്നും കാണാനില്ല. 6 ചത്തറിനും 3 സീരിയസ് ആയിട്ട് കടിച്ചിടണം. ഇതിൻ്റെ മുമ്പ് രണ്ട് പ്രാവശ്യം 6 കൊന്നു. പിന്നെ അവിടെ നമ്മുടെ ഫാമിൽ തൊഴുത്തുണ്ട്. തൊഴുത്തിൽ പശുക്കുട്ടികളൊക്കെ കടിച്ചു കൊന്നിട്ട് ഒരാഴ്ച മുമ്പ് 2 പശുക്കുട്ടികളെ കടിച്ചു കൊന്നു. അതിൽ 1 മാസമായിട്ടുണ്ടല്ലോ, 20 ദിവസം അതിനും കടിച്ചു കൊന്നു. ഇതിൻ്റെ മുമ്പ് മറ്റേ 6 വലിയ ആടിനും കടിച്ചു കൊന്നു. അപ്പം ഇന്നലെ ഇതിൽ 6 ചത്തു, 3 നല്ല പരിക്ക്. ഒരാട്ടുകുട്ടി കൊണ്ടുപോവുകയും ചെയ്തു. 3 ആട് നിറച്ചേനയാണ് 4 മാസമായിരുന്നു. ബാക്കി ഇപ്പോൾ ഡോക്ടർ വന്നിട്ടൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. 4 6 മരിച്ചു. പോരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെട്ടിത്തൊടിയിൽ വിജേഷിന്റെ 2 പശുക്കളെയും എടക്കോട് സ്വദേശി പ്രഭയുടെ 2 പശുക്കളെയും തെരുവുനായ കടിച്ചു കൊന്നിരുന്നു. പ്രദേശത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ജയശ്രീ പറഞ്ഞു. ഈ വാർഡിൽ നിരന്തരമായിട്ട് നമ്മുടെ മൃഗസംരക്ഷണം ചെയ്തുകൊണ്ട് ഇരിക്കണ അവരുടെയൊക്കെ ഇന്ന് ഒരു 7 ആടിനെയും ഒരു കുട്ടീനെയും കടിച്ചു. ആടുകൾ ചത്തു, കുട്ടീനെ കടിച്ചു തിന്നിട്ട് അപ്പുറത്ത് തൊടിയിലിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു 5-6 ആടുകളെ കടിച്ചിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ മുന്നേയും 3 പ്രാവശ്യമായിട്ട് 6 ആടുകളെയും കൊന്നിട്ടുണ്ട്. അതേപോലെ 2 പശുക്കുട്ടികളെയും ഇതിൻ്റെ മുന്നേ കൊന്നിട്ടുണ്ട് ഈ വ്യക്തിയുടെ തന്നെ. ഇത് അയ്യപ്പൻ ചൂരക്കോട്ടിൽ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വാർഡിൽ തന്നെ നമ്മുടെ വിജേഷ് ചോട്ടത്തൊടി എന്നിവരുടെ 2 പശുക്കുട്ടികളെയും ഇതിൻ്റെ മുന്നേ കൊന്നിട്ടുണ്ട്. അതുപോലെ വാർഡ് 2-ലുള്ള 2 പശുക്കുട്ടികളെ കൊന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് നിരന്തരം ഒരു ശല്യമായി തീരുകയാണ് ഈ നായ്ക്കളുടെ പ്രശ്നം. അപ്പം അതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇതിപ്പോൾ മനുഷ്യരെയും കൂടിയും ബാധിക്കുന്ന അവസ്ഥയിലാണ് തുടർന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ മൃഗസംരക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് അവർക്കൊരു നിത്യ വരുമാന മാർഗമാണ് ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. You are watching VCV News.